അപ്പോൾ ഇന്ന് നമുക്ക് നല്ല അടിപൊളി ചിക്കൻ ഫ്രൈഡ് റെസിപ്പി നോക്കാം കേട്ടോ. വീട്ടിൽ തന്നെയുള്ള സിമ്പിളായിട്ടുള്ള കുറച്ച് ഐറ്റംസ് വെച്ചിട്ട് അടിപൊളി ടേസ്റ്റാണ്. സ്ഥിരം ഉണ്ടാക്കുന്ന രുചികളൊക്കെ ഒന്ന് മാറ്റി പിടിക്കുമ്പോഴേക്ക് സംഭവം വേറെ ലെവലാണ്. ചിക്കൻ്റെ പീസസ് ഒക്കെ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് മസാലപ്പൊടികളൊക്കെ ആഡ് ചെയ്യണം. അതിന് മുന്നേ ആദ്യം തന്നെ നമ്മൾ ഉപ്പിട്ടിട്ടുണ്ട്. ഇനി അതിലേക്ക് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കുരുമുളക് പൊടി, ഗരം മസാല, പിന്നെ അതുപോലെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അത് കുറച്ചധികം തന്നെ എടുത്തിട്ടുണ്ട് കേട്ടോ. ഈ ഒരു ചിക്കൻ ഫ്രൈയുടെ മെയിൻ ഫ്ലേവർ എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ആഡ് ചെയ്യുന്ന ഈ ഒരു ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അതുപോലെ ഗരം മസാലയുടെ ഫ്ലേവറും കൂടിയാണ് കേട്ടോ. അപ്പോൾ നന്നായിട്ട് ഇനി ചിക്കനിൽ മസാല കംപ്ലീറ്റ് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതിലൊരു ഐറ്റം വിട്ടുപോയി കേട്ടോ, നമ്മുടെ ചില്ലി ഫ്ലേക്സ്. അപ്പോൾ അതുകൂടെ ആഡ് ചെയ്തിട്ട് ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം അടച്ച് വെച്ചിട്ട് നമുക്ക് ഏകദേശം നമുക്ക് എത്ര സമയം അവൈലബിൾ എന്ന് വെച്ചാൽ അത്രയും വെക്കാം. ഞാനിവിടെ ഏകദേശം 1 മണിക്കൂറോളം ഫ്രിഡ്ജിൽ മാറ്റി വെക്കുന്നുണ്ട്. 1 മണിക്കൂറോളം കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഞാനിവിടെ വെളിച്ചെണ്ണയാണ് കേട്ടോ എടുക്കുന്നത്. നിങ്ങൾക്ക് ഓയിലോ വെളിച്ചെണ്ണ ഏത് വേണമെങ്കിലും യൂസ് ചെയ്യാം. പക്ഷേ ഫ്രൈ ചെയ്യുന്ന സമയത്ത് നമ്മൾ വെളിച്ചെണ്ണ യൂസ് ചെയ്യുമ്പോഴുള്ള ടേസ്റ്റ് അത് വേറെ തന്നെയാണ് കേട്ടോ. അപ്പം പറ്റുമെങ്കിൽ വെളിച്ചെണ്ണ തന്നെ എടുക്കുക. അപ്പോൾ വെളിച്ചെണ്ണ ഒന്ന് ചൂടായിട്ട് വരുമ്പോൾ നമുക്കതിലേക്ക് ചിക്കൻ്റെ പീസസ് വെച്ച് കൊടുക്കാം. മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും കുരുമുളക് പൊടി മാത്രമാണ് കേട്ടോ സാധാരണ എപ്പോഴും യൂസ് ചെയ്യാറ്. ഈ ഗരം മസാല ചില്ലി ഫ്ലേക്സ് ഒക്കെ ഇട്ടിട്ട് ഫസ്റ്റ് ടൈമാണ് ശരിക്കും ഒരു ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കുന്നത്. അതുപോലെ ഇവിടെ ഞാൻ കൂടുതലായിട്ട് തന്നെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ വെളിച്ചെണ്ണയിലേക്ക് ആ ചിക്കനിങ് ഇടുമ്പോൾ അതിൻ്റെ സ്മെല്ല് അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ ഫസ്റ്റ് ട്രിപ്പിലേക്കുള്ള ചിക്കൻ കംപ്ലീറ്റ് വെച്ചിട്ടുണ്ട്. ഇനി 2 തവണയായിട്ട് നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നമുക്ക് 2 സൈഡ് ഇനി നന്നായിട്ടൊന്ന് മുരിയിച്ചെടുക്കാം. ഫസ്റ്റ് ട്രിപ്പ് ഫ്രൈ ചെയ്തത് നമ്മളിത് എണ്ണയിൽ നിന്ന് എടുത്ത് മാറ്റിയിട്ടുണ്ട്. ഇനി രണ്ടാമത്തെ ട്രിപ്പ് ഇതാ വെച്ച് കൊടുക്കുകയാണേ. ഈ ചീനച്ചട്ടി വെച്ചതുകൊണ്ട് നമ്മുടെ മസാലയൊക്കെ ഇങ്ങനെ അടിയിൽ പിടിക്കുന്നുണ്ട് കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ പാൻ യൂസ് ചെയ്യാം. പാനിലാകുമ്പം അത്രയും ഇഷ്യൂ ഉണ്ടാവില്ല. 2 സൈഡും ഏകദേശം ഒന്ന് മുരിഞ്ഞ് വരാൻ ഒരു 5 മിനിറ്റോളം നമ്മൾ വെച്ചാൽ മതി. അപ്പോഴേക്കന്നെ നമുക്ക് നന്നായിട്ട് ഇങ്ങനെ മുരിഞ്ഞ് വരും കേട്ടോ. പിന്നെ വെളിച്ചെണ്ണ ഏതായാലും ഒന്ന് ബാക്കിയുള്ളത് കൊണ്ട് ഞാൻ കുറച്ച് കറിവേപ്പില കൂടി ഇതിൽ ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. അതും പ്രത്യേക ടേസ്റ്റ് തന്നെയാണല്ലോ. അപ്പോൾ അടിപൊളിയായിട്ടുള്ള ചിക്കൻ ഫ്രൈ ഇവിടെ റെഡിയാണേ. ചിക്കൻ വാങ്ങിയ ചിക്കൻ കറി മാത്രമല്ലല്ലോ, ഇതുപോലുള്ള എന്തെങ്കിലും ഒരു ഫ്രൈ റെസിപ്പി കൂടി ട്രൈ ചെയ്യാതെ എങ്ങനെ വിട്ടളയാൻ പറ്റുക. അപ്പോൾ നെക്സ്റ്റ് ടൈം നിങ്ങൾ എന്തായാലും ഇത്തരത്തിലൊരു മസാല ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇനി നിങ്ങൾ ട്രൈ ചെയ്യാറുണ്ടെങ്കിൽ അതുകൂടെ ഒന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ കാണാം. ചാനൽ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.